അപ്പൊ നമ്മള് പോളിടെക്നിക്കിലെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് പിന്നെ അവസാനം ഇപ്പൊ കുറച്ച് നാള് ട്യൂട്ടോറിലൊക്കെ ആയിരുന്നു പറഞ്ഞല്ലോ. ആ കഥകൾ ഒന്നുകൂടെ പറയാമോ? അതായത് അത് കഴിഞ്ഞിട്ടുള്ള വർഷങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെലവഴിച്ചതെന്ന്, മാരേജിന് മുമ്പ് വരെയുള്ള. അത് നമ്മൾ 81 പോളിടെക്നിക്കിൽ ഇറങ്ങുന്നത്. ജൂൺ ജൂലൈ. അത് കഴിഞ്ഞിട്ട് 51 മുതല് ഒരു വർഷക്കാലം ഞാൻ ഇവിടെ ഒരു വീടുകളിൽ ട്യൂഷൻ പഠിപ്പിക്കുക. അപ്പൊ രാവിലെ 7 മണിക്ക് തുടങ്ങും. രണ്ട് വീട്ടിൽ രാവിലെ പോകും, പിന്നെ വൈകുന്നേരം 2 വീട്ടിൽ പോകും. പിന്നെ അത് എനിക്ക് പിന്നെ ആളുകളിങ്ങനെ ട്യൂഷന്റെ കാര്യങ്ങൾ കൂടുതൽ വന്ന് എനിക്കത് പോയി പഠിപ്പിക്കാൻ പറ്റാതെ വന്നതുകൊണ്ട് ഞാൻ പിന്നെ ഇവിടെ അടുത്തൊരു, നിങ്ങൾ അങ്ങോട്ട് വന്നപ്പോ ഒരു മുസ്ലിം പള്ളിയിലേക്കുള്ള തൊട്ടപ്പുറത്ത് ഒരു റൂം ഉണ്ടായിരുന്നു. അതെടുത്ത് അവിടെ ഒരു വർഷം പഠിപ്പിച്ചു. ട്യൂഷൻ പഠിപ്പിക്കും. 10ാം ക്ലാസ് വരെ അല്ല, ഇംഗ്ലീഷും കണക്കും അല്ല, കൺവീഷനൊക്കെ വരെ ആളെ വെക്കും. ഞാൻ പ്രധാനമായിട്ടും കണക്കും സയൻസും ആണ് എടുക്കുന്നത്. അപ്പൊ അത് ട്യൂഷൻ പഠിപ്പിച്ചു. പിന്നെ കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുകയും എല്ലാ വിഷയങ്ങൾക്കും ക്ലാസ് ട്യൂഷൻ വേണം സാഹചര്യം വന്നപ്പം പിന്നെ കുറെ കൂടി വലിയൊരു റൂമിലേക്ക്, റോഡിന് അപ്പുറത്ത് റൂമിലേക്ക്, ഒരു വാടക കെട്ടിടത്തിലേക്ക് മാറി. അവിടെ 83 അങ്ങോട്ട് മാറുന്നത്. അപ്പൊ അവിടെ മാറി ആ കാലത്തൊക്കെ എന്ന് പറയുമ്പോൾ 10ാം ക്ലാസ്സിൽ തോറ്റ കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ച് സെക്കൻഡ് അങ്ങനെയുള്ളൊരു പഠിത്തമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ക്ലാസ്, അത് റെഗുലർ ക്ലാസ് ആയിട്ട് പോകണം. രാവിലെ 10 മണി മുതൽ സ്കൂൾ ടൈം പോലെ 4 മണി വരെയുള്ള ക്ലാസ്. അപ്പൊ എന്നോടൊപ്പം തന്നെ 4-5 അധ്യാപകരുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രതിഭ സ്റ്റുഡന്റ് സെന്റർ, അതിന്റെ പ്രവർത്തനം മുന്നോട്ട് നല്ല രീതിയിൽ തന്നെ ഓരോ വർഷം ചെല്ലുന്തോറും അത് വളർന്നു വരികയും നല്ല രീതിയിൽ ഈ പ്രദേശത്തുള്ള ഒട്ടുമുക്കാലും കുട്ടികളെ ഞാൻ പഠിപ്പിച്ചതാണ്. അപ്പൊ അങ്ങനെ പഠിപ്പിക്കാനും എന്നോടൊപ്പം 4-5 പേരും ഉണ്ടായിരുന്നു. അധ്യാപകരായിട്ട് ചേർന്ന് പഠിപ്പിച്ചു. അങ്ങനെ ഞാൻ ട്യൂഷൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് 94 ഞാൻ വിവാഹിതനാകുന്നത്. 94 വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ച് 2 വർഷം കഴിഞ്ഞപ്പോഴാണ് പിന്നെ 96 KSRTC ജോലി കിട്ടുന്നത്. KSRTC ജോലി കിട്ടിയെങ്കിലും അത് തിരുവനന്തപുരത്താണ് ജോലി. അപ്പൊ അത് അന്നത്തെ ശമ്പളം എന്ന് പറയുന്നത് എനിക്ക് അവിടെ താമസിക്കാനുള്ള ഇല്ലാത്ത ഒരു സാഹചര്യമാണ്. അപ്പൊ എനിക്ക് ഇവിടെ ട്യൂഷൻ പഠിപ്പിച്ച് ട്യൂട്ടോറിയൽ പഠിപ്പിച്ച് നടന്ന സമയത്ത് കിട്ടുന്നതിന്റെ പകുതി പോലും എനിക്ക് KSRTC കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ജോലിക്ക് പോകാതിരുന്ന 3-4 മാസത്തോളം ഞാൻ ജോലിക്ക് പോയില്ല. ഞാൻ ജോലിക്ക് പോകുന്നില്ല, എനിക്ക് ജോലി വേണ്ട, ഞാൻ ട്യൂഷൻ പഠിപ്പിച്ച് തന്നെ ഇരുന്നു. ഇപ്പോഴാണ് KSRTC മറ്റൊരു ഉദ്യോഗസ്ഥൻ അയിമൽ താമസിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത് എന്റെ അമ്മ എന്ന് കരഞ്ഞു പറയുകയും അദ്ദേഹം പിന്നെ എന്നെ വീണ്ടും കൊണ്ടുപോയി KSRTC കൊണ്ട് ചേർത്ത്. അങ്ങനെയാണ് പിന്നെ KSRTC പിന്നെ ഞാൻ അതിനോട് യോജിച്ചങ്ങ് പോയി. പിന്നെ അത് KSRTC ഈ ജോലി എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട ജോലിയായിരുന്നു. കാരണം എനിക്ക് ഓരോരോ പ്രദേശങ്ങളിലേക്ക് ഇങ്ങനെ സഞ്ചരിക്കാനൊക്കെ ഉള്ളൊരു അവസരമാണത്. നമുക്ക് പരിചയമില്ലാത്ത മേഖലയിലൂടെയാണ് പോകുന്നത്. ജോലിയിലേക്ക് എനിക്ക് നല്ല അനുഭവമായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു ജോലി ചെയ്തതിന്റെ പേരിൽ ഒരു ഡാസ് മേടിക്കാനോ ഒരു മേലധികാരിയുടെ മുന്നിൽ പോയി തലകുനിച്ച് നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായില്ല. വണ്ടി 18 വർഷക്കാലവും സർവീസ് ലൈനിൽ തന്നെ പോയി. മറ്റൊരു സൈക്കിളുമായിട്ട് പോലും ഒരു അപകടം ഉണ്ടായി. പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട അവസരം ഉണ്ടായില്ല. അതൊക്കെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത ബസ് ഏത് ബസ്സിലാണ് ഏറ്റവും ദൂരം യാത്ര ചെയ്തത്? ഏറ്റവും കൂടുതൽ ഞാൻ എന്ന് പറയുമ്പോൾ ഞാനൊരു കോട്ടയത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് ഒരു വർഷത്തോളം ബാംഗ്ലൂർ സർവീസ് തന്നെയാണ്. ഒരു വർഷം. അത് ആഴ്ചയിൽ എത്ര ദിവസം പോകണം? ആഴ്ച 2 പ്രാവശ്യം പോകണം. 2 പ്രാവശ്യം ബാംഗ്ലൂർ പോകണം. ബാംഗ്ലൂർ സർവീസ് അത് സർവീസ് എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ കോയമ്പത്തൂർ വഴിയല്ല അത് പോണത്, മറ്റേ സേലം അങ്ങനെയല്ല പോണത്. പെരിന്തൽമണ്ണ ചെന്ന് കൂടല്ലൂർ വന്ന് അത് വനത്തിലൂടെ 1-2 മണിക്കൂർ നേരം വനത്തിലൂടെ ഉള്ള യാത്രയുണ്ട്. തമിഴ്നാടിന്റെ വനം കഴിഞ്ഞ് കർണാടക വനത്തിൽ കൂടി പോയി ആ യാത്രയില് ധാരാളം മൃഗങ്ങളെയൊക്കെ കാണാം. അങ്ങനെ കണ്ട് അതൊരു നല്ലൊരു
അത് രാത്രി സമയത്താണ് പാസ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് മൃഗങ്ങളൊക്കെ ധാരാളം. അന്ന് ബ്ലോക്ക് ഇല്ല, അന്ന് നിർത്തിയിടുന്ന പരിപാടി ഉണ്ട്. അതായത് ഞങ്ങള് ഞങ്ങള് അന്ന് വയനാട് മന്ത്രിസഭ കാലത്താണ് ഈ സർവീസ് തുടങ്ങുന്നത്. ഈ സർവീസ് അതായത് ഈ 38 പേരെയും കൊണ്ട് പോകുന്ന ബസ്സാണ്. അപ്പൊ അങ്ങനെ ബസ് തിരുവനന്തപുരത്ത് നിന്നും കൊട്ടാരക്കരയിൽ നിന്നും അത് കോട്ടയത്തു നിന്നും തിരുവല്ലയിൽ നിന്നും അങ്ങനെ ആലപ്പുഴ അങ്ങനെ മിക്കവാറും എല്ലാ ഡിപ്പോകളിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് ഈ റൂട്ടിലേക്ക് വണ്ടി ഇട്ടപ്പോഴത്തേക്കിന് അത് എന്തോ മറ്റേ പ്രൈവറ്റ് മേഖലക്കാർക്ക് അത് പ്രതിരോധിക്കാൻ വേണ്ടി ഉണ്ടായതാണ് ആ കേസെന്നാണ് ഞങ്ങളുടെ KSRTCക്കാരുടെ ഭാഷ. അതായത് ഞങ്ങൾ ആദ്യം ഒരു സർവീസ് പോയി തിരിച്ചു വന്നു. രണ്ടാമത് ഞാൻ സർവീസ് പോകുമ്പോഴത്തേക്കിനാണ് ആ വണ്ടി ആ ചെക്ക് പോസ്റ്റിൽ തടഞ്ഞിട്ടു. പിന്നെ ഞങ്ങൾക്കറിയില്ല എന്താ കാരണം. അപ്പൊ തടഞ്ഞിട്ട് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു ഇനി കേസായി, ഈ രാത്രി സമയത്ത് വണ്ടി അങ്ങോട്ട് കടന്നു പോകത്തില്ല. അങ്ങനെ പിന്നെ അവിടെ തന്നെ വണ്ടി ഇട്ട് നേരം വെളുത്ത് 6 മണിക്കാണ് പിന്നെ സർവീസ് പോകുന്നത്. അങ്ങനെ അപ്പം പിന്നെ അങ്ങനെ മുടക്കത്തിലൂടെ ഒരു 5-6 മാസത്തോളം സർവീസ് പോയി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കർണാടക, തമിഴ്നാട്, കേരളം സർക്കാരുകൾ തമ്മിൽ ആലോചിക്കുകയും ഒരു ധാരണയിൽ 2 വണ്ടികൾക്ക് വീതം ഓരോ സ്റ്റേറ്റിനും കടത്തിവിടാനുള്ള പെർമിറ്റ് കിട്ടി. അങ്ങനെ പിന്നെ സർവീസ് തുടക്കുകയാണ്. ഇപ്പോഴും ആ രാത്രികാലങ്ങളിൽ സർവീസ് നടക്കുന്നില്ല. അങ്ങനെ കൂടുതൽ സർവീസ് പോയത് ബാംഗ്ലൂർക്കാണ്. പിന്നെ എടുത്തു പറയാവുന്നത് ഏറ്റവും കൂടി പോയിട്ടുള്ളത് കോട്ടയത്ത് നിന്ന് രാത്രി 9 മണിക്ക് പുറപ്പെടുന്ന ഒരു കോഴിക്കോട് സർവീസ് ഉണ്ട്, സൂപ്പർ ഫാസ്റ്റ് ബസ് ഉണ്ട്. അത് രാവിലെ 3 മണിയാകുമ്പോൾ കോഴിക്കോട് ചെല്ലും. പിന്നെ 8:30 തിരിച്ചു വരിക, 4 മണിയാകുമ്പോൾ കോട്ടയത്ത് വരുന്ന സർവീസാണ്. അതിലാണ് പിന്നീട് ഒരു ഏറ്റവും കൂടുതൽ സമയം സ്ഥിരമായിട്ട് ഓടിയത് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് സർവീസ്. ഡ്രൈവർമാരോടുള്ള റാപ്പ് എങ്ങനെയാ? അവരുമായിട്ടൊക്കെയുള്ള കണ്ടക്ടർമാരെ എല്ലാവരോടും നല്ല സഹകരണം കിട്ടിയിട്ടുണ്ട്. നമ്മളിങ്ങനെ സഹകരിച്ച് എല്ലാവരോടും പോകുന്നത്. ഡ്രൈവർമാരുമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസത്തിന് ഇടവ് കൊടുത്തിട്ടില്ല. നമ്മൾ വല്ലതും പറഞ്ഞാൽ ഇഷ്ടപ്പെടാമെന്ന് ഞാൻ പിന്നെ ഉണ്ടായിരിക്കുള്ളൂ. നമ്മള് അവരെ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന ഒരു ശീലം നമുക്കില്ല. അങ്ങനെയൊന്നും സ്വീകരിച്ചിട്ടില്ല, അങ്ങനെ ചെയ്തിട്ടില്ല. അത് തന്നെയല്ല, എല്ലാവരോടും നല്ല സൗഹൃദത്തിലാണ് സർവീസ് പൂർത്തീകരിച്ചിട്ടുള്ളത്. KSRT ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ ഡിപ്ലോമ കയ്യിലുണ്ടല്ലോ, എന്നിട്ടും ഒരു എന്തെങ്കിലും മറ്റു ജോലിക്ക് പോകണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു തീരുമാനം ഉണ്ടായില്ലേ? തീരുമാനം നമ്മളിത് ഇവിടെ ആയിരുന്നല്ലോ ഇവിടെ പഠിപ്പിച്ചു നടന്ന കാലത്തൊന്നും ആ കാശും നല്ല കുട്ടികൾ പഠിക്കുന്ന കാശൊക്കെ ഉണ്ടായിരുന്നു. അതെ അതെ, ആ ലൈഫിലോട്ട് അത് മാറിപ്പോയി. അതാണൊക്കെ ജോലി കിട്ടിയിട്ട് പിന്നെ 3 മാസം. അതെ അതെ, മനസ്സിലായി. ഈ ബസ് യാത്രക്കിടയ്ക്ക് എന്തെങ്കിലും നമ്മുടെ ഇലക്ട്രിക്കൽ പഠിച്ച കാര്യങ്ങൾ എന്തെങ്കിലും പ്രയോജനപ്പെട്ടിട്ടുണ്ടോ? എന്തെങ്കിലും മനസ്സിലായി അകലെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ കൂടെ ഉള്ളവർക്ക് അറിയാമോ ഇദ്ദേഹം ഡിപ്ലോമക്കാരനാണെന്നൊക്കെ? ഇല്ല, അങ്ങനെ ഒന്നുമില്ല. എല്ലാ KSRT സ്റ്റൈലും. ഓക്കെ. KSRTCയിലെ സാഹിത്യ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? KSRTC എനിക്ക് എന്തെങ്കിലും രചനകൾ അയച്ചു കൊടുക്കുക? രചനയല്ല, KSRTCക്ക് തന്നെ ഒരു ഞങ്ങളുടെ പെൻഷൻ യൂണിയൻ അല്ല, അത് സർവീസ് സംഘടനകൾക്ക് തന്നെ ഒരു മാസികയുണ്ട്. അതിലെ കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട്. അത് ശരി. പിന്നെ ഞാനിങ്ങനെ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് ഞങ്ങളുടെ ATO ഒക്കെ വിളിച്ച് അഭിനന്ദിക്കുകയും അവര് പറഞ്ഞ ഡയലോഗ്, എടാ സാധാരണ KSRTCക്കാരൻ ജോലി കഴിഞ്ഞ് വീട്ടിൽ ചെന്ന പിറ്റേന്ന് ജോലിക്ക് പോകേണ്ടവരെ കിടന്ന് ഉറങ്ങുകയുള്ളൂ. നിനക്ക് ഇതിന്റെ ഇടയ്ക്ക് ഇതൊക്കെ എഴുതാൻ എങ്ങനെയാ സമയം കിട്ടുന്നത്? യാത്ര കഴിഞ്ഞുള്ള അതുകൊണ്ട് അവരെന്നെ വേറെ രീതിയിലാണ് കണ്ടത്. പിന്നെ ഒന്നുള്ളത്, ഞാൻ KSRTCയിലേക്ക് ആദ്യം ജോയിൻ ചെയ്ത തിരുവനന്തപുരത്താണ്. 1 വർഷം കഴിഞ്ഞാൽ കോട്ടയത്ത് വരുന്നത്. കോട്ടയത്തേക്ക് വന്നപ്പോഴോ എനിക്ക് കിട്ടിയ അനുഭവം എന്ന് പറഞ്ഞാല്, ഞാൻ പഠിപ്പിച്ച കുട്ടികളുടെയൊക്കെ രക്ഷകർത്താക്കള് പലരും അവിടെ അന്ന് എന്റെ മേലുദ്യോഗസ്ഥന്മാരായിട്ട് അവിടെ ഉണ്ട്. അപ്പൊ അവരെ എനിക്ക് നല്ലൊരു സപ്പോർട്ട് ചെയ്തതുകൊണ്ട് എനിക്ക് നമ്മളെ ഒരു പണിഷ്മെന്റ് ഒരു ഇതിലേക്ക് വിട്ടിട്ടില്ല. കാരണം അവര് പരിഗണിച്ചു. പിന്നെ അതായത് ഒരു സർവീസ് കഴിഞ്ഞ് വന്ന ചിലപ്പം അടുത്ത് വേറൊരു സർവീസ് പോകേണ്ട കണ്ടക്ട് ഇല്ലാതിരിക്കുന്ന സന്ദർഭമായി. അപ്പം ഒരു സർവീസ് ഫിനിഷ് ചെയ്യുന്ന കണ്ട ഉടനെ ഇവരവിടെ ചെന്ന് അവനെ നിർബന്ധിച്ചാലും സർവീസിന് വിടും. അങ്ങനെ ഒരു നിർബന്ധം എനിക്ക് എന്നോട് വന്നിട്ടില്ല. അവരങ്ങനെ ആ ഒരു, കാരണം എനിക്ക് 2-3 പേരവിടെ ഉണ്ട്, പ്രധാനപ്പെട്ട ആളുകള്, ഞങ്ങൾ ഡ്യൂട്ടി പോസ്റ്റ് ചെയ്തിരുന്ന ആളുകൾ ആയിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് അന്നേരം ഞാൻ ഇവിടെ ട്യൂഷൻ നടത്തുന്നുണ്ടെന്ന് അവർക്കും അറിയാം. അതുകൊണ്ട്
ഔസേപ്പിനെ നിർബന്ധിക്കാറില്ല. അങ്ങനെ ഒരു നിർബന്ധം രണ്ടാമത് ഡ്യൂട്ടി പോകേണ്ടി വന്നിട്ടില്ല. ജോലി ഇവന് ചെയ്ത് ഇന്നലെ വീട്ടിൽ പോരാൻ പറ്റും. ചിലർക്ക് അങ്ങനെയല്ല, ജോലി കഴിഞ്ഞാൽ അന്നേരം അവന് വേറൊരു സർവീസിന് വിടും. കാരണം സർവീസ് പോകണമല്ലോ. ഞാൻ ചോദിക്കുന്നതിൽ ഇത്രയും ലേറ്റായി കിട്ടിയത് എന്താ? PSC ടെസ്റ്റ് നേരത്തെ എഴുതാണ്, എന്താ എങ്ങനെയാണ് ഈ പോസ്റ്റ് ഇത്രയും ലേറ്റായി 96 വരെ ലേറ്റ് ആയത്? ഔസേപ്പിന്റെ റാങ്ക് ലിസ്റ്റിൽ കിടക്കുക. റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു ഇങ്ങനെ. ഇത് തന്നെ ഉണ്ടല്ലോ, ഇത് KSRTC ഇത് നിയമനം നടത്താതെ നീട്ടിക്കൊണ്ടുപോയത്, നാമലക്ഷങ്ങൾ നീട്ടിക്കൊണ്ടുപോയത്. അപ്പം കേസിന്റെ ഭാഗമായിട്ടാണ് ഇത് കിട്ടുന്നത്. ഓക്കെ ഓക്കെ. ഔസേപ്പ്, വളരെ സന്തോഷം. കുറെ കൂടെ കാര്യങ്ങൾ ചോദിക്കണം. വൈഫുമായിട്ടുള്ള ഒരു ചെറിയ സംവാദം, പിന്നെ അനിയനും ഒരു പാട്ട് പാടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കണേ. താങ്ക് യു.